എനിക്ക് ഏട്ടന് വേണ്ടി മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സ്മൂത്തിയോ ചപ്പാത്തി റോളൊക്കെ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാവിലത്തെ ചായ അച്ഛനും കൂടെ വേണം. അപ്പൊ പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ മാവൊക്കെ കൂട്ടി വെച്ചിട്ടാണ് രാവിലെ തന്നെ ഇഡ്ഡലി ചുട്ടത്. ഇഡ്ഡലി അങ്ങനെ ഒന്ന് ചുടാത്തോണ്ട് തന്നെ ഇത് ആദ്യം കണ്ട സമയത്ത് എന്താവും എന്നുള്ളൊരു നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ച സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടത്തിൽ ഈ ഒരു തേങ്ങാ ചട്നി ആയിരുന്നു ഹൈലൈറ്റ്. ഇതും കൂടെ കൂട്ടി കഴിക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു. അടിപൊളിയാണെന്ന് ഞാൻ തന്നെ പറയാൻ കാര്യം അച്ഛൻ പൊതുവെ ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ പോലും ഏട്ടൻ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. പക്ഷെ ഇത്തവണ 3-4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ആ ഒരു സന്തോഷത്തോട് കൂടി തന്നെ പോയിട്ട് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്ത് തീർത്തു. അലക്കാനുള്ളൊക്കെ ഇട്ട് വീട് മൊത്തത്തിൽ പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അച്ഛനാണെങ്കിൽ അമ്മേനെ കാണാൻ പോയതുകൊണ്ട് തന്നെ മോളെ വല്യമ്മേന്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ വേഗത്തിൽ പണിയൊക്കെ തീർത്തു കേട്ടോ. എന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇനി എന്താണെങ്കിലും ഫുഡൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്ത് പോയിട്ട് കഴിക്കാന്ന്. അങ്ങനെ ഒരു നല്ല ഊണും കഴിച്ചിട്ട് പിന്നെ ഒരു കോക്കനട്ട് കഫേയിൽ കയറിയിട്ട് അവിടുത്തെ പുഡിങ് കഴിച്ചു. മോളാണെങ്കിൽ അച്ഛനെ വിളിച്ചോണ്ടിരിക്കുകയാണ് വാ കഴിക്കാന്ന് പറഞ്ഞിട്ട്. എനിക്കിതൊന്നും വേണ്ട, നിങ്ങൾ രണ്ടുപേരും കഴിച്ചു എന്ന് പറഞ്ഞ് മാറി നിന്ന ആള് മോള് വിളിച്ചപ്പോ വെറുതെ ഒന്ന് ടേസ്റ്റ് നോക്കിയാണ്. സംഭവം ഏട്ടന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് കുറെ ഫ്ലേവർ വേറെയും ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആഗ്രഹിച്ച് കയറി എനിക്കാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഞാൻ ഇളനീര് തന്നെ കുടിക്കാന്ന് വിചാരിച്ചു. അതാണെങ്കിൽ മോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ കുറച്ചൊന്ന് കുടിച്ചു നോക്കി. പക്ഷെ മധുരം കുറവായതുകൊണ്ട് അത് കൂട്ടിയിട്ട് അവള് പോയിട്ട് ആ പുഡിങ് തന്നെ കഴിച്ചു. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലവ് യു ഓൾ.